ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. എന്നിട്ട് ഈ ചെടികളും പൂക്കളൊക്കെ നോക്കി കുറച്ച് നേരം നടക്കലാണ് എൻ്റെ പരിപാടി. അപ്പം ഞാൻ ഇന്നങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ട് കുറച്ച് നാൾ മുന്നേ കരിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ ചെടികളും വീണ്ടും വന്ന് നിൽക്കണം. ഈ റോയിലുള്ള മുഴുവൻ ചെടികളും കരിഞ്ഞു പോയതാട്ടോ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ പുതിയ പുതിയ ചെടികൾ. അപ്പോൾ കേത്തിനോട് ചോദിച്ചപ്പോഴാണ് കേത്തി പറഞ്ഞത് ഇത് ഇന്ന് രാവിലെ മുസാറ കൊണ്ടുവന്നിട്ട് നട്ടതാന്ന്. മുസാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗാർഡനറിനെ പറയുന്ന പേരാട്ടോ മുസാറ എന്നുള്ളത്. അപ്പോൾ ചിലതൊക്കെ പുറത്ത് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ തിരിച്ച് കുഴിച്ചിട്ടു. അത് ഇവിടുത്തെ കോഴിക്കുട്ടന്മാരുടെ പരിപാടിയായിരിക്കും മിക്കവാറും. അവർ ഈ ചെടി കഴിക്കുന്നത് ഇഷ്ടമല്ല, ബാക്കിയുള്ളതെല്ലാം കഴിക്കും കേട്ടോ. നമ്മൾ വേറെ എന്ത് പച്ചക്കറിയൊക്കെ നട്ടു വെച്ചാലും അത് കഴിക്കും. ഇതെന്തുകൊണ്ടോ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചോട്ടിന്ന് പറിച്ചിടലാണ് ആശാന്മാരുടെ മെയിൻ പരിപാടി. ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോൾ ഓടി മാറി കൂടിൻ്റെ സൈഡിൽ പോയി നിൽക്കാം കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ അപ്പുറ സൈഡിലും രണ്ട് സൈഡിലും ഒരു മാസം മുന്നേ നിറച്ച് നട്ടതാണ്. ആ സൈഡിലുള്ളത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പുറ സൈഡിലുള്ളത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സൈഡിലുള്ളത് നേരത്തെ പോയായിരുന്നു, ഉണങ്ങി പോയി. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ മുസാറ കൊണ്ടുവന്നിട്ട് പുതിയ നട്ടിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി പോകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ പുറത്ത് ഒരു രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഹോം കെയറിൽ ജോലി ചെയ്യും, അതും പേഷ്യൻ്റ് കെയർ ചെയ്യും എന്നുള്ളത്. കാരണം പേഷ്യൻ്റ് കെയർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യമാണല്ലോ ക്ഷമ എന്ന് പറയുന്നത്. എനിക്ക് തീരെ ഇല്ലാത്തൊരു കാര്യവും ക്ഷമയായിരുന്നു. എങ്കിലും ഞാൻ ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുറേ കോഴ്സുകളെക്കുറിച്ചൊക്കെ തപ്പി, ബ്യൂട്ടീഷ്യൻ കോഴ്സും അങ്ങനെയുള്ള പല പല കോഴ്സുകളെക്കുറിച്ച് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നൊരു കാര്യമായിരുന്നു കേട്ടോ ഈ കെയർ ഗിവർ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് ചെയ്യാം. കാരണം എനിക്കതുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല, ഞാനിതൊരു ഒരു ബൈസ്റ്റാൻഡറായിട്ട് നിന്നുള്ള പരിചയം പോലും ഇല്ല. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പോയി ചെയ്താൽ കേട്ടോ. പക്ഷേ ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ഈ ജോലി ഇതെൻ്റെ ഒരു ജോലിയായിട്ട്, എൻ്റെ ഒരു മാർഗ്ഗമായിട്ട്, എൻ്റെ ഒരു പാതയായിട്ട് ഞാൻ പിന്തുടരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാനങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് എനിക്കുണ്ടായിരുന്നു. ആദ്യം ഞാൻ കെയർ ചെയ്യാൻ പോയതൊരു അമ്മച്ചീനായിരുന്നു. അവിടെ ഒരു പ്രായമായിട്ടുള്ള അപ്പച്ചനുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ അനുഭവങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ എത്ര ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും കിട്ടാത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും എന്തോ ഒരു കുറേ ബ്ലെസ്സിങ്സൊക്കെ എനിക്കറിയില്ല എന്താണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും അപ്പച്ചനും അമ്മച്ചനെയും കെയർ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്ലാൻ ബി അല്ല, ഇത് തന്നെയാണ് എൻ്റെ വഴി എന്നുള്ളത്. ഈ വഴിയിൽ കൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഉള്ളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വേർഷൻ പുറത്തോട്ട് വന്നത് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ. അതെനിക്ക് എപ്പോഴും മനസ്സിലാകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും. കുറേ ചലഞ്ചസൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എന്തുകൊണ്ടോ ദൈവം സഹായിച്ച് അതൊക്കെ ഓവർകം ചെയ്ത് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് പോകെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ.